നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദ സൈക്കോ ഡോഗ് ഹിയർ. നമ്മൾ ഇന്ന് പരിപാടി എന്ന് വെച്ചാൽ ഒരു വണ്ടി ഇറക്കാൻ പോവാണ്. ഷോറൂമിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഏതാ വണ്ടി എല്ലാം നമ്മളിപ്പോൾ അവിടെ ചെന്നിട്ട് കാണിക്കാം. ഞാനുണ്ട്, സുബ്രചാതനുണ്ട്, നമ്മൾ രണ്ടാളും കൂടെ പോവാണ്. ഫ്രണ്ട്സ് എല്ലാം അവിടെ വെയിറ്റിംഗ് ആണ്. എല്ലാ ബാക്കി കാര്യങ്ങളും അവിടെ ചെന്നിട്ട് നമുക്ക് വിശദമായിട്ട് കാണാം. അസാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇയാള് ഗിയർ ഉള്ള വണ്ടിയാണോ ഗിയർ ഇല്ലാത്ത വണ്ടിയാണോ ഇഷ്ടം? ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഗിയർ ഉള്ള വണ്ടികളാണ്. ഓക്കെ ഓക്കെ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഗിയറൊക്കെ ഇടുന്ന നമുക്ക് ആ ഒരു ഫീല് കിട്ടണം. പിന്നെ അതിൻ്റെ ഒരു പവർ ഉണ്ടല്ലോ, പവറും എല്ലാം കിട്ടുമ്പം ആ ഒരു ഗിയർ വണ്ടി ഓടിക്കുമ്പോൾ ഉള്ളൊരു കിട്ടത്തില്ല ഒരിക്കലും ഈ ഇലക്ട്രിക്കലൊന്നും തോന്നുന്നത് അങ്ങനെ. പക്ഷേ ഗിയർ ഇല്ല എങ്കിലും അഡാറ് പവർ ഈ കാലഘട്ടത്തിൽ ഈ പെട്രോളിന്റെ വില കയറി പോകുന്ന സമയത്ത് ഇലക്ട്രിക്കിലേക്ക് മാറി അമ്മാതിരി പെർഫോമൻസ് വരുന്നൊരു വണ്ടി ഞങ്ങൾ കാണിച്ചു തന്നാലോ? പവറുണ്ട്, 100% പവറുണ്ട്. സോ ഞാൻ പേഴ്സണലി ഓടിച്ചു നോക്കിയതാണ്. അടിപൊളി സാധനമാണ്, അടിപൊളി സാധനമാണ്. ശരിക്കും പറയാ. അങ്ങനെ ഉള്ളത് തന്നാലോ? എന്നാ ഞാൻ കണ്ടാൽ വിശ്വസിക്കാം, വിശ്വസിക്കത്തില്ല. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു ഷോറൂമിലോട്ടാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ വെച്ച് ഏതാ വണ്ടി ഇതുവരെ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ അവിടെ ചിലപ്പോ കാണിച്ചുതരാം. ഞാൻ വണ്ടി കാണിച്ചുതരാം. ഞാനപ്പോ പറഞ്ഞ വണ്ടി ഏതാന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ കാണിച്ചുതരാം. നമ്മൾ വന്നിരിക്കുന്ന ഷോറൂമാണ് ഏത്. അപ്പോ നമ്മുടെ ഫ്രണ്ട്സിന്റെ എല്ലാവരും അകത്ത് ഇപ്പൊ ഉണ്ട്. ഇപ്പൊ അകത്തോട്ട് കയറുമ്പോ ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. ഇയാൾ ഓടിക്കയറ്, ഞാൻ എടുക്കാം വീഡിയോ. ഓടിക്കറ് ഒന്നന്നെ ഓടിക്കറ്, ധൈര്യം കയറ്. ഞാൻ വെറുതെ റിസ്ക് എടുക്കത്തില്ല. നമ്മുടെ വണ്ടി എടുക്കുന്ന ആള് നിൽക്കുന്നു. വീട്ടിലെ പ്രാരാബ്ദങ്ങൾക്ക് അർഹ. ഹേ ഡോൾസ്, ശില്പാസിസ് ആണിത്. ഇതാണ് നമ്മുടെ വ്ളോഗ് സ്റ്റാർ വിഷ്ണു. ഞാൻ ഡിസ്ക്രിപ്ഷൻ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്. ഇതാണ് പാപ്പൻ. സോറി, പാപ്പനെ ഞങ്ങൾ വിളിക്കുന്നതാണ്. വണ്ടിയുടെ ഇതാണ് നമ്മുടെ വണ്ടി. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. അത് ഞങ്ങൾ ഇതിനു മുമ്പേ ഇൻട്രോ ഒക്കെ പറഞ്ഞു വന്നു കേട്ടോ. എടുക്കുന്നതിന് വിട്ടി പുറത്ത് എടുക്കുന്നതിന്റെ. ബ്രോ, വണ്ടിയെ കുറിച്ച് പറ. ഹായ് ബ്രോ, ഐ എം രാഹുൽ. ഞാൻ യൂട്യൂബറാണ്. ഐ എം ദ സൈക്കോ ഡോഗ്. ഇപ്പോൾ ബ്രോ വണ്ടി കുറിച്ച് പറയാം. അപ്പോൾ ഇത് ഡോൾസ് സ്വന്തമായിട്ട് എടുക്കുന്ന വണ്ടിയാണ്. ഫുൾ അച്ചീവ്മെന്റ് ആണ്, എന്റർപ്രണർ ആണ്. ആദ്യത്തെ അച്ചീവ്മെന്റ് ആണ് ഗൈസ്. അതിന് ഫുൾ സപ്പോർട്ടായിട്ട് ഹസ്ബൻഡ് ഉണ്ട്. അതത്രേ ഉള്ളൂ. ആ സപ്പോർട്ടായിട്ട് ഇതിനെല്ലാത്തിനും നമ്മൾ ഹാപ്പി ഇവന്റ് ആക്കാനായിട്ട് നമ്മളെല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോ ഇതിന്റെ ഫുൾ ചേസും കാര്യങ്ങളും അല്ലേ? ഓക്കെ 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 ഓക്കെ. ഫ്രണ്ട് ബാക്കും വൈബ്രേറ്റഡ് ഡിസ്കാണ് വരുന്നത്. ഓക്കെ. ഫ്രണ്ടിലെ ഷോക്ക് ടെലിസ്കോപ്പ് വരും. ഓക്കെ. ബാക്കിൽ മോണോ ഷോക്കാണ് വരുന്നത്. ഓക്കെ. മോട്ടറിന്റെയും ഷോക്കിന്റെയും പ്ലേസ്മെന്റ് സെൻട്രലായിരിക്കും. അതുകൊണ്ട് ഹാൻഡിലിംഗ് പക്കയാണ്. ഓക്കെ. ഇപ്പൊ നമ്മൾ ഈ മോഡൽ എന്ന് പറയുമ്പോൾ 450X ആണ് ടോപ്പ് വേരിയന്റ്. ഇതിന്റെ നമുക്ക് ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുമ്പോൾ 183 സംതിങ് വരും. 183 ഗൈസ് കേട്ടല്ലോ. 183 നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇപ്പൊ ഇതാണ് നമ്മുടെ കളർ. ഇതിപ്പം എത്ര കളർ വേരിയന്റ് ഉണ്ട്? 6 കളർ. സ്പേസ് ഗ്രേ എന്ന് പറയും. സ്പേസ് ഗ്രേ, അത് കോസ്മിക് ബ്ലാക്ക്, ട്രൂ വൈറ്റ്, ട്രൂ റെഡ്, ലൂണാർ ഗ്രേ, സോൾട്ട് ഗ്രേ. ഓക്കെ. ഇത് സ്പേസ് ഗ്രേ. ഇത് ലൂണാർ ഗ്രേ. ഇത് വൈറ്റ്. റെഡ് ബ്രോ, റെഡ് സ്പേസ് ഗ്രേ. ഓക്കെ. ഓക്കെ. ഗ്ലോസി ബ്ലാക്ക്, ഫുൾ ബ്ലാക്ക് വരും. ഓക്കെ. ഇതാകുമ്പോൾ ഗ്ലോസി ബ്ലാക്ക് ആണ്. ഓക്കെ ബ്രോ.
ഇതേ വ്ളോഗർ വൻ പ്ലാനിങ് ആണ് വ്ളോഗ് എടുക്കുന്നതിനെ കുറിച്ചുള്ള എല്ലാം തോന്നുന്നത്. 12 മണിക്ക് ഞങ്ങൾ ഇവിടെ വന്ന് വണ്ടി ഇറങ്ങണമെന്ന് പറഞ്ഞാൽ 1 മണിക്ക് കയറി വന്നിട്ട് ഇവ ഒന്നും വേണ്ട, ഇവർ ഒരാളും കൈ കൊടുക്കും. ചുമ്മാ സ്നേഹം മാത്രം സത്യം പറയാല്ലേ ഞങ്ങൾ അതെ. അതുകൊണ്ട് നിങ്ങൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ ലൈക്കും നിങ്ങൾ വ്ളോഗ് സ്റ്റാർ വിഷ്ണു എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ കയറി തരേണ്ടതാണ്. അവിടെ കൊടുക്കുന്ന ഓരോ ലൈക്കും ഞാൻ രാഹുലിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു. ഇപ്പൊ വ്ളോഗറാ, പക്ഷെ ഇന്ത്യയുടെ നിൽക്കണം, അതായത് വെട്ടം കിട്ടുന്നുള്ളൂ. കണ്ടാ ഇത്ര നേരം നമ്മൾ കറുത്ത കരികുരം പോലെ ഇരിക്കുകയാണല്ലേ. ഇതിനൊക്കെ പിന്നെ കുഴപ്പമില്ല, വെളുത്തിരിക്കുന്നത് ഞാൻ സത്യം പറയാം. ഇവൻ കാരണമാണ് നമ്മൾ ലേറ്റ് ആയത്. ഇറങ്ങാൻ നിന്ന് എന്നോട് പറഞ്ഞ് അവർ എന്തോ ടാസ്കിലാണെന്ന് പറഞ്ഞ് ഇവരാണ് എന്നെ ലേറ്റ് ആക്കിയത്. ഇവരെ എല്ലാവരും നോട്ട് ചെയ്യാൻ റിജിൻ മറക്കരുത്. ഇവരെ ഒരു പ്രമുഖ സ്കൂളിലെ അധ്യാപകനാണ് ഇവൻ. അവൻ നിൽക്കുന്ന കോലം നോക്ക്, കണ്ട. പക്ഷെ അതാ ശില്പ സീസ് മാത്രം അതാ ഹാപ്പി ആയിട്ട് എന്നെ കണ്ടപ്പോൾ ഹാപ്പിയാണ്. ഞാൻ വന്നപ്പോൾ സന്തോഷമല്ലേ, അത്രേ ഉള്ളു. കണ്ട ഇതാണ് സ്നേഹം. പക്ഷെ കുറച്ച് സ്ലോ മോഷൻ നടക്കാൻ വയ്യ. അതെ നടക്കാൻ പറ്റുന്ന എനിക്ക് പറയാനുള്ള ആഗ്രഹമുള്ള ഒരു കാര്യമുണ്ട്. വേറെ ഒന്നല്ല, അതായത് ഇപ്പൊ ഡോൾസ് ഞങ്ങളുടെ കല്യാണ സമയത്ത് ഡോൾസിന് വണ്ടി ഉണ്ട് അല്ലേ, ഒരു വെസ്പ, ഒരു ബ്ലൂ കളർ ഫസീനോ എന്ന് പറഞ്ഞ വണ്ടിയായിരുന്നു ഡോൾസിന്. അപ്പൊ ഡോൾസിന് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയായിരുന്നു. അപ്പം ഡോൾസിന്റെ ഒരു പ്ലാനിങ് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ വണ്ടി കഴിഞ്ഞ് വീട്ടിൽ വരണതൊക്കെയായിരുന്നു പ്ലാനിങ് അല്ലേ. ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്മെന്റ്, കാരണം എവിടെ പോയാലും ആ വണ്ടിയിൽ പോകും അല്ലേ. പക്ഷേ മനസ്സിലായി. പക്ഷെ ഡോൾസ് വിചാരിച്ച ആ വണ്ടി വീട്ടിൽ കൊണ്ടുവരാൻ പറ്റുമോ? അറ്റാച്ച്മെന്റ് ആയിരുന്നു. പക്ഷേ ഡോൾസിന്റെ മനസ്സിലായത്. പക്ഷേ ഡോൾസിന്റെ പപ്പ ഗൾഫിൽ നിന്ന് വന്നതുകൊണ്ട് ആ വണ്ടി പപ്പ യൂസ് ചെയ്യാൻ എടുത്തു. അപ്പൊ ഡോൾസിന് വണ്ടി കിട്ടിയില്ല. അന്ന് എന്റെ ഡോൾസ് ഒരുപാട് വിഷമിച്ചു. ഒരുപാട് രാത്രി നമ്മള് ഇടയ്ക്ക് ഈ ക്യാമറ കൂടെ ഒരുപാട് രാത്രി അപ്പൊ എനിവേ അന്ന് ഞാൻ വിചാരിച്ചതാ ഞാൻ എടുത്തു കൊടുക്കാനാണ് കാര്യം, കുറച്ച് ദിവസം മുമ്പ് എടുത്തു കൊടുക്കാറുണ്ട്. പക്ഷെ അന്ന് ഞാൻ വിചാരിച്ചതാ സ്വന്തമായി ഹാർഡ് വർക്ക് ചെയ്ത് ആസ് എ വുമൺ പവർ, ആസ് എ വുമൺ ഓൺട്രപ്രണർ ഷീ ഹാസ് സക്സീഡഡ് ഇൻ ഹർ ലൈഫ് അല്ലേ. സോ ഹാപ്പി. ഇവിടെ ഷൂട്ടിന്റെ എല്ലാ തിരക്കാണ്. ഇവിടെ വ്ളോഗാണ്. ഇത് റിവീൽ ചെയ്യാനുള്ള സെറ്റപ്പ് ആക്കി ഇവിടെ വൻ വ്ളോഗിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കട്ട വ്ളോഗിങ് വേറെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഷോറൂമാര് മിക്കവാറും നമ്മളെ തല്ലി പുറത്താക്കി കേട്ടോ. അതാണ് നടക്കാൻ പോകുന്നത്. ഷോറൂമിൽ കിടന്ന് ഫ്രഷ് എന്റെ കഷ്ടപ്പാടാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു കോപ്പി നോക്കാൻ ബ്രോ രണ്ടുപേരുണ്ട്. നമുക്ക് ബ്രോയാണ് വീഡിയോ എടുത്ത് സഹായിച്ചത്. താങ്ക് യു സോ മച്ച് ബ്രോ. Ather 450X വൈറ്റ് ഇതാണ് നമ്മുടെ സാധനം. പക്ഷേ ഡോൾസിലുള്ള ഏറ്റവും വലിയ ടാസ്ക് ഇതൊന്നുമല്ല. ഈ വണ്ടി എടുത്ത് ഷോറൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള വഴി ഞാൻ കാണിച്ചു തരാം. ഈ പടുകൂറ്റം വഴിയാണ് നമുക്ക് താഴോട്ട് ഇറങ്ങാനുള്ളത്. ഇപ്പോൾ ഗൈസ് നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഫുൾ സപ്പോർട്ടായിരിക്കണം ഗൈസ്. താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം ഞങ്ങൾ സഹിച്ചതിനും വലിയ താങ്ക്സ് കേട്ടോ ഗായ്സ്. റിജിൻ അള്ളി
റിജിന് അള്ളി എന്റെ പുറം പുറ അള്ളി പുറഞ്ഞത്. ഗായ്സ്, ഇവിടെ ഞാനാണ് ലേറ്റായിട്ട് എത്തിയെന്ന് പറഞ്ഞത്. ഇപ്പോൾ 2 മണിയായപ്പോഴാണ് ഇത് ഒരുത്ത എത്തിയത്. അജിത്തെ എവിടെ ആയിരുന്നു എത്ര നേരം? ചുമ്മാ വെറുതെ ഏതോ പെൺപിള്ളേരായിട്ട് പോയിട്ട് വന്നതാണ്. സത്യം പറയണം, നീ നോക്കി. ഓ പിന്നെ മൊത്തം നോക്കി അടുത്ത ആളെ കേട്ട. ശില്പസേസ് എങ്ങനെയുണ്ട്? ഇതാണ് ഗായ്സ്, വണ്ടി എടുത്ത് നമ്മൾ റിവ്യൂലൊക്കെ ചെയ്ത് വണ്ടി ഇറക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിവിടെ ഫുള്ള് ഷൂട്ടെല്ലാം ചെയ്ത് ഒരുവിധം കഴിയാറായി. നമ്മൾ ഇറക്കാൻ പോവാണ്. ഫസ്റ്റ് മൈൽ സ്റ്റോൺ അച്ചീവ്മെന്റ് എന്ത് തോന്നി? ഭയങ്കര സന്തോഷം. ഞാൻ ഇത്ര നേരത്തെ എടുക്കുമെന്ന് വിചാരിച്ചതല്ല. ഓക്കെ. ചേട്ടൻ സന്തോഷമുള്ളതുകൊണ്ടാണ് ഇത്രയും നേരത്തെ ഭയങ്കര സന്തോഷം. ഇത്ര നേരത്തെ എടുക്കാൻ പറ്റിയത്. കേട്ടല്ലോ ഗൈസ്, നമ്മൾ എന്ത് കാര്യം നമ്മൾ സ്വന്തമായിട്ട് സക്സസ് ആയി നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അതാണ് ദൈവം ഇത് നമ്മൾ കണ്ടിട്ടുള്ളത്. അതെ, ഈ ചാനലിലൂടെ ഞാൻ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് അടിക്കുമ്പോൾ ഞാൻ ഇതുപോലെ അച്ചീവ്മെന്റ് ഞാൻ കാണിക്കുന്നതായിരിക്കും. Oh my god, guys. Oh man. ഇതിന്റെ റിവേഴ്സ് ഓപ്ഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് വണ്ടി ഞങ്ങള് നാരങ്ങ വെച്ച് ഇറക്കാൻ പോവാണ് ഗൈസ്. വണ്ടി താഴെ ഇറക്കി നാരങ്ങ വെച്ചിറക്കാൻ പോകണം. കുറെ നേരമായി അലമ്പി മരിച്ച് ഇവിടെ ഒന്നും പറയാനില്ല. എത്ര തോന്നുന്നതിന് ഞങ്ങൾ വണ്ടി ചെയ്തോ പോലും അറിയില്ല. ഈ മാസത്തെ പോലീസ് എല്ലാം കട്ടാവുന്നത്. ഞാൻ ഒരു പച്ച കളറുള്ള ഹെൽമെറ്റ് മേടിക്കും ഗൈസ്. കാരണം അതിനകത്ത് പച്ച കളറുണ്ടായിരുന്നു. പിന്നെ അടുത്തേക്ക് ഒരു കുട്ടി ഹെൽമെറ്റ് മേടിക്കണം. ഇത് GPS കാര്യങ്ങളെല്ലാം ഉണ്ട്, നാവിഗേഷൻ ഉണ്ട്. ഇതാണ് നമുക്കിപ്പോൾ വാർപ്പ് മോഡിനകത്തുള്ള എത്ര മൈലേജ് കിട്ടുന്നുള്ളത്. ഇതിപ്പോൾ സ്പോർട്സ് ആണെങ്കിൽ ഇതാണ് പവർ കുറച്ചും കൂടെ കുറയും, പക്ഷേ മൈലേജ് കൂടും. അതുപോലെ റൈഡുണ്ട്, ഇക്കോ ഉണ്ട്. ഇങ്ങനെ ഓരോ മോഡുകളാണ് നമുക്കുള്ളത്. ഫുള്ള് ടച്ചാണ്. മറ്റേ റിവേഴ്സിന്റെ കാര്യം കാണിച്ചത്. റിവേഴ്സ് ഇതായിക്കൊണ്ടാണ് വണ്ടി പുറകോട്ട് പോകും. സിംഗിൾ ടാപ്പ്. ഇപ്പോൾ റിവേഴ്സ് മോഡാണ്. ഇതേ ഞാനും പാപ്പനും കൂടെ ബാക്ക് ഇട്ടു. സൗണ്ട് കിട്ടും. ഇതിപ്പോ നമ്മുടെ റാപ്പ് മോഡാണ് കിടക്കുന്നത്. റാപ്പല്ല വാർപ്പ് മോഡാണ് കിടക്കുന്നത്. 5 റൈഡിങ് മോഡ്സ് ആണുള്ളത്. ഇതാണ് വാർപ്പാണ് ഏറ്റവും പവർഫുൾ. ഏതെങ്കിലും കുഴിയിലോ ഏതെങ്കിലും കുഴിയിലോ എന്തെങ്കിലും പെട്ട ഒരു തണ്ടിയുടെ ആവശ്യമില്ല, നമുക്ക് വലിച്ചു കയറ്റാൻ പറ്റും. ഇപ്പൊ എന്ത് പറയുന്നു? ഞാൻ വണ്ടി ഇരുന്ന് ചോദിച്ച ചോദ്യം അപ്പൊ ഞാൻ പറഞ്ഞില്ലേ പവർഫുൾ ആണെന്ന് ഞാൻ പറഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞത്. പവർ ഉണ്ടോ ഇല്ലയോ? അഭിപ്രായം മാറിയോ? അങ്ങനെ ഐശ്വര്യമായിട്ട് എടുത്തിരിക്കുകയാണ് റൈഡർ ഗേൾ.